ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? എന്താ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നേരെ ചൊവ്വേ കാണാത്തത്? എല്ലാവരും മടുത്തോ? എന്താണ് സംഭവിച്ചത്? ഞാൻ നിങ്ങളുടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞില്ലേ, ഒരു 6-7 മാസം കൂടി സജീവമായി പഠിക്കണം എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ മറ്റ് തുരുത്തുകളിലേക്ക് പോയതായിരിക്കും. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം, ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഏതായാലും വളരെയധികം ക്ലാസ്സുകൾ, 1200ഓളം ക്ലാസ്സുകൾ സിലബസ് അനുസരിച്ച് നമ്മുടെ ചാനലിൽ കിടക്കുകയാണ്. അത് കയ്യിലുള്ളപ്പോഴത്തേക്കാണ് വേറെ അന്വേഷിച്ച് നടക്കുന്നതല്ലേ. കഷ്ടമാണ് കേട്ടോ യഥാർത്ഥത്തിൽ. ശരി, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു ആശംസ പറയാനാണ്. അഡ്വാൻസായിട്ടൊരു ആശംസ പറയുകയാണ്. അത് 7-ാം തീയതി നടക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് ഫൈനൽ പരീക്ഷ കൂടുതൽ പോസ്റ്റുള്ളതാണ്. അതുകൊണ്ട് ആ ഫൈനൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ വളരെ രാവിലെ തന്നെ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തിച്ചേരണം, വളരെ നേരത്തെ എത്തിച്ചേരണം. 1, 2 നെഗറ്റീവ് എഴുതില്ല എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് തീരുമാനിച്ചിട്ട് വേണം പരീക്ഷാ ഹാളിലേക്ക് പോകാൻ. നെഗറ്റീവ് എഴുതി മാർക്ക് നഷ്ടപ്പെടുത്തി കളയരുത്. അറിയാവുന്നുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് സാവകാശത്തിൽ എഴുതണം. ധാരാളം പോസ്റ്റുകൾ വരികയാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു പോസ്റ്റാണ്. നമ്മളിവിടെ നിന്ന് ധാരാളം കുട്ടികൾ ആ പരീക്ഷ എഴുതാൻ വരുന്നുണ്ട്. അപ്പോൾ 7-ാം തീയതി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, അതായത് നാളെ രാവിലെ ആണ് നടക്കുന്നത്. അതെഴുതുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ആശംസകളും നേരുന്നു. കറണ്ട് അഫയേഴ്സ് എല്ലാം ഒന്ന് നോക്കിക്കൊണ്ടു പോകണം. പത്മ അവാർഡുകൾ, അതേപോലെ തന്നെ നോബൽ സമ്മാനം, NHകൾ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ, പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ കേരള ജ്യോതി അവാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വളരെ വ്യക്തമായി ഒന്നുകൂടി നോക്കിപ്പോകണം. ഞങ്ങളെ ഇവിടുത്തെ കുട്ടികൾ 12 മാസത്തത് പ്രത്യേകിച്ച് നോക്കിയിട്ടുണ്ട്. ജനുവരി 2023, ഫെബ്രുവരി 2023 അങ്ങനെ നോക്കി തീർത്തിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ തന്നെ നോക്കി തീർക്കണം. ഇനിയും അതിനുള്ള സമയമുണ്ട്. നമ്മുടെ ഇത് കണ്ടാൽ ഉടൻ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്ക് എടുത്ത് വായിച്ചു തുടങ്ങണം. ഞങ്ങളിവിടെ എല്ലാ കറണ്ട് അഫയേഴ്സ് ബുക്കില്ലാത്തവരെ ക്ലാസ് കയറ്റില്ല. കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു വലിയ ബുക്കാണ് എല്ലാവർക്കും ഉള്ളത്. അതിങ്ങനെ അവർ എഴുതി പോവുകയാണ്. അതെല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 10-ാം തീയതി ഫയർ വുമണിൻ്റെ പരീക്ഷ വരികയാണ്. അവർക്കൊരു ആശംസ ഇപ്പോൾ പറയുകയാണ്. ഫയർ വുമൺ 17-ാം തീയതി എക്സൈസിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട്. എക്സൈസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മളെ കിടപ്പുണ്ട്. വേണമെങ്കിൽ ഇപ്പോഴേ കണ്ടു തുടങ്ങാം. എക്സൈസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് കിടപ്പുണ്ട്. അപ്പോൾ ഈ പരീക്ഷ എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്ക് എല്ലാ ആശംസകളും. പക്ഷേ ഉത്തരം തിളങ്ങും. നെഗറ്റീവ് എഴുതരുത്. നെഗറ്റീവ് എഴുതരുത്. ഒന്നാമത് ഇത് പിന്നെ ഫയർ വുമണും എക്സൈസും ഫിസിക്കലുള്ളതാണ്. അപ്പോൾ വലിയ കട്ട് ഓഫ് വരില്ല. അതുകൊണ്ട് ആവശ്യമില്ലാതെ നെഗറ്റീവ് എഴുതി ഉള്ള മാർക്ക് കൂടി നഷ്ടപ്പെടുത്തി കളയരുത്. അതാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, സബ് ഇൻസ്പെക്ടറുടെ ഒരു ഇൻ്റർവ്യൂ ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. ആ ഇൻ്റർവ്യൂ ക്ലാസ് ആരംഭിക്കുന്ന വിവരം ഞങ്ങൾ ഉടൻ തന്നെ അറിയിക്കുന്നുണ്ട്. സബ് ഇൻസ്പെക്ടറുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ തീരെ 100-300 പേര് പങ്കെടുത്താണ്. ഇത്തവണയും അത് ആരംഭിക്കുന്നുണ്ട്. അത് ഞാൻ അഡ്വാൻസായിട്ട് പറയുകയാണ്. എല്ലാവർക്കും ആശംസകൾ പറയുന്നു. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിൻ്റെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. നമ്മുടെ PSC മോഡൽ പരീക്ഷ ഉണ്ടായിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടെ നോക്കുക. അത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. 1-2 ക്വസ്റ്റ്യൻ നമുക്ക് സാധാരണഗതിയിൽ അല്ലാത്ത 2-3 ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. എന്തായാലും ആ ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് നോക്കുക. എല്ലാം ഒന്നുകൂടി ഓടിച്ചൊന്ന് നോക്കുക. ആത്മവിശ്വാസം ആർക്കും നഷ്ടപ്പെടരുത്. പിന്നെ കൂടുതൽ ക്ലാസ്സുകൾ കാണാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ വല്ല ആപ്പിൽ ചെന്ന് ചാടി എല്ലാവരും കാണുന്നത് തന്നെ നിങ്ങൾ കണ്ടുകൊണ്ട് പോയാൽ നിങ്ങളും മറ്റുള്ളവരുമായിട്ട് ഒരു വ്യത്യാസം ഉണ്ടാകില്ല. നിങ്ങളൊരു വ്യത്യസ്തനായ വ്യക്തിയാകണമെങ്കിൽ നിങ്ങൾ കൂടുതൽ പത്രം വായിക്കുകയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുകയും അതുപോലെ തന്നെ ക്ലാസ്സുകൾ കാണുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും എല്ലാ ആശംസകളും. പരീക്ഷ എളുപ്പമായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം. NB നോട്ടാ ബെനി, അത് LDC ചോദിച്ചതാണ് പണ്ട്. ഇംഗ്ലീഷ് ക്ലാസ് ആരംഭിക്കുന്നുണ്ട് കേട്ടോ. LDC ഒരു ലോങ് ടൈം LDC ഒരു 6 മാസം നീണ്ടു നിൽക്കുന്ന LDCയുടെ ക്ലാസ് വരുന്നുണ്ട്. സിലബസ് അനുസരിച്ച്
പഠിപ്പിച്ചതിൻ്റെ ചോദ്യോത്തരവും ഇംഗ്ലീഷിൻ്റെ ക്ലാസ് തുടങ്ങുന്നുണ്ട്. തീർച്ചയാണ് പറഞ്ഞു വന്നത് ഈ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് കഴിയട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അവർക്ക് ഇംഗ്ലീഷ് ഇല്ല, അതുകൊണ്ട് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. സവിസ്തരമായി ഞങ്ങളെ കൂടെ നിങ്ങൾ നിൽക്കുമെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. മറ്റൊന്ന്, നാളെ പരീക്ഷ തുടങ്ങുന്നത് 7:15 രാവിലെ 7:15. എൻ്റെ അഭിപ്രായത്തിൽ 6 മണിക്ക് പരീക്ഷാ കേന്ദ്രത്തിലെത്തണം. 6 മണിക്ക് പരീക്ഷാ കേന്ദ്രത്തിൽ എത്താനുള്ള പരിപാടി ആസൂത്രണം ചെയ്യണം. അല്പം നേരത്തെ ആയിപ്പോയെന്ന് വിചാരിച്ച് ആരും ഒന്നും പറയില്ല. വേണ്ടി വന്നാൽ അല്പം കാപ്പി കൂടെ എടുത്തേക്കുക. അല്പം കാപ്പി കൂടെ എടുത്ത് പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പോവുക. ഇവിടെ നമ്മുടെ സെൻറ്ററിൽ നിന്ന് പോകുന്നവർ അവസാനമായി ബൈബിൾ ഒന്ന് വായിച്ച് നോക്കണം. കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്ക് കൊണ്ടുപോകണം. അത് ഒന്നുകൂടെ നോക്കിയിട്ട് വേണം ക്ലാസ്സിനകത്ത് കയറാൻ. സിലബസ് അനുസരിച്ചെല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ പാലിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.